എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ത്യൻ എക്സ്ക്ലൂസീവിൻ്റെ പീപ്പിൾ കണക്റ്റിംഗ് അറൗണ്ട് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം രണ്ട് വിശിഷ്ട അതിഥികളുണ്ട്. അഡ്വക്കേറ്റ് ബൈജു തിട്ടാര ആൻഡ് ഡോക്ടർ ജോൺ മാത്യു. രണ്ടുപേർക്കും സ്വാഗതം. താങ്ക് യു ഡോക്ടർ ജോസ്. നമ്മൾ ഡ്രഗ്സിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഡ്രഗ്സ് നമ്മളുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് അത് ഇന്ത്യയിൽ, നമ്മൾ എല്ലാ ദിവസവും ഡ്രഗ്സ് അടിമകളായിട്ടുള്ള കുട്ടികൾ, അത് കലാജീവിതത്തിൽ, അതിന് വേണ്ട എല്ലാ സംരംഭങ്ങളിലും അത് വ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഓരോ രാജ്യത്തും അവരുടേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. അപ്പോൾ ആ നിയമങ്ങൾ അനുസരിച്ച് വേണം ആ രാജ്യത്ത് ജീവിക്കുവാൻ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് എന്ന് പറഞ്ഞത് 1985 അന്ന് മുതൽ എന്തെങ്കിലും മയക്കുമരുന്ന് അല്ലെങ്കിൽ സൈക്കോട്രോപിക് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനും നിർമ്മിക്കാനും കൃഷി ചെയ്യാനും കൈവശം വയ്ക്കുവാനും വിൽക്കാനും വാങ്ങാനും കഴിക്കാനുമുള്ള അവകാശങ്ങളെ നിയന്ത്രിക്കുന്നു. പക്ഷേ ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് 40 വർഷം കഴിഞ്ഞുപോയി. അതിന് മാറ്റങ്ങൾ വരുത്തണോ എന്നോ ഉള്ള ഒരു സബ്ജക്റ്റിനെക്കുറിച്ചും ഈ പറയുന്ന ഇംഗ്ലണ്ട് അല്ലെങ്കിൽ അമേരിക്ക, ഈ പറഞ്ഞ രാജ്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ഇതിനെക്കുറിച്ച് കാണുന്നത് എന്നുള്ള ഒരു അഭിമുഖത്തോടു കൂടിയായിട്ടുള്ളതാണ് ഇന്നത്തെ ഈ ചർച്ച. അഡ്വക്കേറ്റ് ബൈജു തിട്ടാല, അങ്ങ് നാട്ടിൽ നിന്ന് വന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മളുടെ ഡ്രഗ്സിനെ കുറിച്ച്, അതായത് പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് പിടിച്ചു. ഇപ്പം ഹോസ്റ്റലുകളിൽ മിക്കവാറും വയലൻസ്, അതുപോലെ തന്നെ ഡ്രഗ്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ പല എപ്പിസോഡിലും സംസാരിച്ചിട്ടുള്ളതാണ്, റാഗിങ്ങിനെ കുറിച്ചൊക്കെ. അപ്പോൾ അങ്ങയുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഈ ഡ്രഗ്സ് സ്കൂളിൽ വന്നത്? അത് എങ്ങനെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? ഇത് ഞാൻ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന കേസുകൾ 80% ഡ്രഗ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി റിലേറ്റഡ് കേസുകളാണ്. അപ്പൊ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ, ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാല് അതിനെ എഫക്റ്റീവായി അഡ്രസ് ചെയ്യാനുള്ള റിസോഴ്സസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഇപ്പൊ കേരളത്തിലെ ഒരു കോണ്ടെക്സ്റ്റില് ഇതിനെ അഡ്രസ് ചെയ്യാനുള്ള റിസോഴ്സസ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഈ സാധനത്തിന്റെ ചീപ്പ് അവൈലബിലിറ്റി, പിന്നെ ഇതിന്, അതായത് ഇപ്പൊ മറ്റ് മദ്യം വാങ്ങി കുടിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മദ്യം എക്സ്പെൻസീവ് ആണ്, അത് ഈ സംഭവം ചീപ്പാണ്. എസ്പെഷ്യലി സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ ചീപ്പാണ്. അപ്പോ കുട്ടികൾ വൺസ് ഇതിന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് റിക്കവർ ചെയ്യണമെങ്കിൽ വിത്തൗട്ട് മെഡിക്കൽ assistance or professional assistance, it will be extremely difficult. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാല് ഈ ആളെ കോടതിയിൽ ഹാജരാക്കിയ കോർട്ടിൽ നിന്ന് തന്നെ പ്രൊബേഷൻ സർവീസ് അപ്പൊ തന്നെ ഇവർക്ക് അസിസ്റ്റൻസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുകയാണ്. നമ്മുടെ അവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് ഈ സംഭവം പിടിച്ചു കഴിഞ്ഞാൽ ഇത് കോടതിയിൽ എത്താൻ തന്നെ സമയം എടുക്കുകയാണ്. ആ ഡിലേ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഒരു ഡിസൈസീവ് ഫാക്ടറാണ് ഫോർ റിക്കവറി. ഇപ്പോ ഇവിടെ ഇപ്പം ഡ്രഗ് ഒഫൻസ് അല്ലെങ്കിൽ പൊസഷൻ ആണ് അല്ലെങ്കിൽ സപ്ലൈ ആണ്, കേസ് സ്ട്രോങ് ആണ്, അന്ന് ഓൺ ദ സ്പോട്ടിൽ അത് റിമൈൻഡ് ചെയ്യും, പിറ്റേ ദിവസം അവരെ കോർട്ടിൽ ഹാജരാക്കും. ഓൺ ദി സ്ട്രെങ്ത് ഓഫ് ദ കേസ് ദ അഡ്വൈസർ വിൽ, ദി ലോയർ വിൽ അഡ്വൈസ് ഹിം either to plead guilty. സോ മേ ബി ഹി ഓൾസോ, ദി ക്ലയന്റിന് ചിലപ്പം എനിക്ക് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് വേണമെന്ന് പറയും. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് അവിടെ കിട്ടുന്നു. ആ സപ്പോർട്ട് സിസ്റ്റം കൃത്യമായി സ്റ്റേറ്റ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ട്, ഇവിടെ പോലീസിങ് വളരെ എഫക്റ്റീവാണ് ആ കാര്യത്തിൽ. എനിക്കറിയാം, സ്വന്തം പേരൻസ് തന്നെ പോലീസിനെ റിപ്പോർട്ട് ചെയ്ത് പോലീസ് ആ കുട്ടികളെ അറസ്റ്റ് ചെയ്ത് പോയ കേസുകൾ ഞാൻ തന്നെ ചെയ്ത കേസുകളുണ്ട്. അപ്പോ മറിച്ച് ഇന്ത്യയിൽ നമ്മൾ പണ്ട്, ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, ഈ പഞ്ചാബിലാണ് ഏറ്റവും വലിയ ഗുരുതരമായ അപകടം എന്നൊക്കെ ഞാൻ ഡൽഹിയിലുണ്ടായിരുന്ന കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ അതിലും ഗുരുതരമായ ഒരു അവസ്ഥയിലേക്കാണ് കേരളത്തിലെ കാര്യങ്ങൾ പോകുന്നത്. ഞാൻ ഈ പോലീസുകാരെ പറ്റി എനിക്ക് പല വിമർശനങ്ങളുമുണ്ട് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ. ബട്ട് വെൻ ഇറ്റ് കം ടു ദിസ് ഡ്രഗ് ഇഷ്യൂ, ഞാൻ പോലീസുകാരെ ബ്ലെയിം ചെയ്യില്ല. എന്റെ കാരണം, ആ സിസ്റ്റം റിക്വയർസ് മോർ റിസോഴ്സസ്. ഇന്ത്യയിൽ റിസോഴ്സസ് ഇല്ല. കേരളത്തിൽ പോലീസിനെ ഇത് അഡ്രസ് ചെയ്യാൻ പറ്റിയ റിസോഴ്സസ് ഇല്ല. അതില്ലാത്തിടത്തോളം കാലം
ചുമ്മാ മേലോട്ടും കീഴോട്ടും കിടന്ന് ചാടാന്നുള്ളതല്ലാതെ ഈ വിഷയം അഡ്രസ് ചെയ്യാൻ പറ്റുകയില്ല. രണ്ട്, ഇതിന്റെ എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ഇൻക്രീസ് ഉണ്ടാകുന്നത് ഈ 1-2 സർക്കാരുകളിലാണ്. ഇതിനെ അഴിച്ചു വിട്ടിരിക്കുന്നതാണ്, കുത്തഴിഞ്ഞ പോലെ വിട്ടിരിക്കുന്നതാണ്. ഞാൻ രാഷ്ട്രീയ പാർട്ടിയെ ഡിഫെയിം ചെയ്യാൻ തയ്യാറല്ല. ഈ പ്രശ്നത്തിൽ രാഷ്ട്രീയ പാർട്ടി എടുക്കുന്ന നിലപാടുകൾ സംശയാസ്പദമാണ്. ഒരു MLA-യുടെ മകൻ അറസ്റ്റ് ചെയ്യപ്പെടുകയും അദ്ദേഹത്തെ ആ കേസിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്തൊരു സാഹചര്യമുണ്ട് ഇന്ത്യയിൽ. നമ്മുടെ കേരള സ്റ്റേറ്റിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഞാൻ പുകവലിച്ചിട്ടുണ്ട്, പുകവലിച്ച കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾ ഭരിക്കുന്ന രാജ്യം, അവരെ പോലെ ഭരിക്കുന്ന നേതാക്കന്മാരാണ് നമ്മുടെ ഈ വരും തലമുറയുടെ നമ്മുടെ ആരാച്ചാന്മാർ. നമ്മുടെ ഒരു രാഷ്ട്രീയ നേതാവ് പറയുകയാണ്, നമ്മൾ ടാക്സ് കൊടുക്കുന്ന, നമ്മൾ ഇന്ത്യയിൽ പോകുമ്പോൾ ടാക്സ് കൊടുക്കുന്ന, നമ്മൾ വാട്ട് എവർ വി സ്പെൻഡ് അതിൽ നിന്ന് കിട്ടുന്ന കരങ്ങളിൽ ആ കരം പോലും ഉപയോഗിച്ച് ജീവിതം അനുഭവിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ നമ്മുടെ യൂത്തിനോട് പറയുകയാണ്, ഒരു പുകയൊന്നും മരിച്ചാൽ കുഴപ്പമില്ല, അത് സ്വാഭാവികമാണ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതൃത്വമാണ് നമ്മുടെ രാജ്യത്തിന്റെ ശാപം. ഞാനൊരു 50-നും ബിറ്റ്വീൻ 50 to 100 സ്റ്റുഡൻസ്, മലയാളി സ്റ്റുഡൻസിന്റെ കേസ് ബ്രിട്ടനിൽ ഹാജരായിട്ടുള്ള വക്കീലാണ്. ഈ കുട്ടികളെല്ലാം ഒരേ ശബ്ദത്തിൽ പറയുന്നത്, ഞങ്ങൾക്ക് സേഫ്റ്റി ഇല്ല നാട്ടില്, ഞങ്ങൾ എന്തിനാണ് സാറേ അവിടെ നിൽക്കുന്നത്. ഈ വിഷയം അഡ്രസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ലെജിസ്ലേഷൻ കംപ്ലീറ്റ് അടിമുടി മാറണം, അടിമുടി. ഇത് ക്ലാസിക് എക്സാമ്പിൾ ഞാൻ പറയാം. ഇതില് 2 കിലോയുടെ അടുത്ത് ഈ ഹോസ്റ്റലിൽ നിന്ന് പിടിച്ചിരിക്കുന്നത്. ആ വേറൊരു 99 ഗ്രാം ആയതുകൊണ്ട് പിടിച്ചു, അതുകൊണ്ട് അദ്ദേഹത്തെ വിട്ടുകളഞ്ഞു, അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു. ജാമ്യം കൊടുക്കരുതായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് നിയമപരമായിട്ട് ജാമ്യം കൊടുക്കുവാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടോ ഇവിടെ? കാരണം എത്ര ചെറിയ ഗ്രാമാണെങ്കിലും അത് ക്രൈമായിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച്. അല്ല, അത് പറഞ്ഞത് അത് തന്നെയല്ലെന്നേ. ദേ ആർ കൺസേൺഡ് വിത്ത് സപ്ലൈ. പ്രത്യേകിച്ച് സ്കൂളുകളുടെ വെനിസിറ്റിയിൽ, ഹോസ്പിറ്റലിന്റെ വെനിസിറ്റിയിൽ, അതിന്റെ ക്യാച്ച്മെന്റ് ഏരിയയിൽ ഇഫ് യു ആർ ഇൻ പൊസഷൻ ഓഫ് എനി ഡ്രഗ്, അതൊരു അഗ്രവേറ്റീവ് ഫാക്ടറാണ്, അതിന്റെ കാഠിന്യം കൂട്ടും. സോ ഹി നെവർ വുഡ് ഹാവ് ഗിവൺ ബെയിൽ. അത് പ്രോസിക്യൂഷന്റെ ഫെയിലിയറായി മാത്രമേ ഞാൻ കാണുകയുള്ളൂ. ഞാൻ തിരിച്ചങ്ങിലേക്ക് വരുന്നതാണ്. ഡോക്ടർ ജോൺ മാത്യു, അമേരിക്കയുടെ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് ഡ്രഗ്സിനെ കാണുന്നത്? 4 ക്ലാസ്സസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോ ഇതിനകത്ത് നമ്മളുടെ നാട്ടിൽ വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഡ്രഗ് എന്ന് പറയുന്നത് ഈ കഞ്ചാവ് എന്നുള്ള, അല്ലെങ്കിൽ കാനിബസ്, നമ്മളിവിടെ അമേരിക്കയിൽ മാരുവാന എന്ന് പറയും. ആ ഡ്രഗാണ് വളരെ കോമൺ ആയിട്ട് ഇതിനു മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കെമിക്കൽ ഡ്രഗുകൾ കേരളത്തിലേക്ക് വന്നു തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. പക്ഷേ ഈ കഞ്ചാവ് എന്ന് പറയുന്ന, കാനിബിസ് എന്ന് പറയുന്ന ആ ഒരു ഡ്രഗ് 1985 വരെ ഡോക്ടർ ജോസ് ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ ഇല്ലീഗൽ അല്ലായിരുന്നു. രാജീവ് ഗാന്ധിയുടെ സമയത്താണ് അത് ഇല്ലീഗൽ ഡ്രഗ് ആയിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അത് ഇല്ലീഗൽ ഡ്രഗ് അല്ലാതിരുന്നെന്നുള്ളതിന്റെ കാരണം, ഈ ആയുർവേദത്തിലും അതുപോലെ തന്നെ പഴയ കാലത്തൊക്കെ ധാരാളം മെഡിസിനുകളിലൊക്കെ ഈ മരുന്നിനെ, അല്ല ഈ ഒരു മെറ്റീരിയലിനെ വളരെ വ്യാപകമായിട്ട് ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്നതാണ്. അപ്പോൾ അമേരിക്കയിൽ ഇത് ഷെഡ്യൂൾ 1 ആയി ക്ലാസിഫൈ ചെയ്തതിന് ശേഷം ലോകം മുഴുവൻ അമേരിക്ക ഒരു നല്ല എഫേർട്ട് എടുത്തിരുന്നു. അതായത് രാജ്യങ്ങളോട് ഈ ഡ്രഗുകളെ ഇല്ലീഗലായിട്ട് അവരവരുടെ രാജ്യങ്ങളിൽ പ്രഖ്യാപിക്കണം, കാരണം ഇതിന്റെ വ്യാപനം കുറയ്ക്കുവാനും ഇതിന് അഡിക്ഷൻ ആയിട്ടുള്ള ആൾക്കാരെ കുറയ്ക്കുവാനൊക്കെ. പക്ഷേ ഇന്ത്യയിൽ ഇത് വന്നപ്പം, ഞാൻ ആക്ച്വലി ഇതിനു മുമ്പ് പറഞ്ഞ മിസ്റ്റർ ബൈജു പറഞ്ഞതിനോട് ഞാൻ ആക്ച്വലി എഗ്രി ചെയ്യുകയാണ്. പലപ്പോഴും ഈ നിയമങ്ങൾ എന്ന് പറയുന്നത് ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ആ ഒരു ക്ലാരിറ്റി പലപ്പോഴും കുറവാണ്. ഇപ്പം 10 ഗ്രാം കൈവെക്കുന്ന ഒരാളെ ജാമ്യമില്ല, അതായത് ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടീനെ ജാമ്യമില്ല വാറണ്ടിൽ അറസ്റ്റ് ചെയ്താൽ
അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിക്ക് യാതൊരു പ്രയോജനവുമില്ല. കാരണം ആ ഡ്രഗ് 10 ഗ്രാം കൈവച്ച സ്റ്റുഡന്റിനെക്കാട്ടിലും അത് ഈ കിലോകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് അവരെ അകത്താക്കി ജാമ്യമില്ലാ കുറ്റത്തിന് പിടിച്ചിട്ട് ശേഷം ഈ 10 ഗ്രാം കൈവച്ച അല്ലെങ്കിൽ 2 ഗ്രാം കൈവച്ച കുട്ടിയെ റീഹാബിലിറ്റേഷനിൽ കൂടി അതിനെ ഈ ഡ്രഗ് അഡിക്ഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു സമീപനമാണ് ഇതിന് എഫക്റ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് എന്ന് ഞാൻ കാണുന്നത്. അപ്പം ഞാനിത് പറയാൻ വന്നതിന്റെ കാരണം ഈ കാനിബസ്, കഞ്ചാവ് പോലെയുള്ള പോലെയുള്ള ഡ്രഗ് ഓവർ ടൈം റിസർച്ചുകളിലൊക്കെ പ്രൂവ് ചെയ്തു. അതായത് ക്രോണിക് പെയിനും അക്യൂട്ട് പെയിനുകൾക്കും അതുപോലെ വൊമിറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇതിന് ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടായെന്നുള്ള പേരിൽ ഈ ലോകം മുഴുവൻ ഇത് ഇല്ലീഗലാക്കാൻ വേണ്ടി ശ്രമിച്ച അമേരിക്കയിൽ തന്നെ ഇന്ന് 28 സ്റ്റേറ്റുകളിൽ ഇത് മെഡിസിനൽ യൂസിനും ഓർ റിക്രിയേഷണൽ യൂസിനും ഇത് അലൗഡ് ആണ്, ഈ കഞ്ചാവ് എന്ന് പറഞ്ഞ സാധനം. പക്ഷേ ഈ കഞ്ചാവ് കഴിക്കുന്നതുകൊണ്ട് ആരും മരിക്കുന്നില്ലെങ്കിൽ പോലും അത് വലിക്കുന്നതിലൂടെ ലങ്സിലും ഒക്കെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ആൾക്കാരിൽ. പക്ഷെ ഇതിന്റെ പ്രശ്നമെന്ന് പറയുന്നത് ഈ കഞ്ചാവിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം. നമ്മുടെ നാട്ടിൽ കൂടുതൽ MDMA പോലെയുള്ള കെമിക്കലുകളിലേക്ക് ആൾക്കാർ മാറുന്നു. ആ കെമിക്കലുകളുടെ ഓവർഡോസിലൂടെയും അല്ലാതെയും ഒക്കെ ധാരാളം ക്രിമിനൽ പ്രവണത ഈ നമ്മളുടെ കുട്ടികളിൽ ഉണ്ടാവുന്നതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അത് ഇവിടെ അമേരിക്കയിലാണെങ്കിൽ MDMA ഒക്കെ കൂടുതൽ ഫെന്റിനിൽ എന്ന് പറയുന്ന ഒരു ഡ്രഗാണ് വളരെ വ്യാപകമായി ഒരു ജനറേഷനെ തന്നെ തകർക്കുന്ന രീതിയിൽ അത് എസ്പെഷ്യലി റൂറൽ സ്റ്റേറ്റുകളിൽ, അതായത് പുവർ ആൾക്കാരിൽ, പുവർ നെയ്ബർഹുഡുകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നല്ല നിയമങ്ങളും പിന്നെ മിസ്റ്റർ ബൈജു പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ വിൽ പവർ എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ ഈ പറയുന്ന നമ്മളുടെ ലോ ആൻഡ് ഓർഡർ സിസ്റ്റത്തിൽ ഉണ്ടാകേണ്ട കപ്പാസിറ്റിയും ട്രെയിനിങ്ങും. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇത് നമ്മുടെ നാട്ടിൽ ഒരാളെ പിടിച്ച ഉടനെ 2 അടി കൊടുക്കുക, ആ ഒരു രീതി അല്ല ഇതിന് ആക്ച്വലി ശരിക്കും ആവശ്യം. കാരണം ഇതൊരു അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു അസുഖമായിട്ട് തന്നെ കണ്ടേ പറ്റൂ. കാരണം എന്നാലേ അതിന് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അഡിക്റ്റഡ് ആയിട്ടൊരു കുട്ടിയെ ട്രീറ്റ് ചെയ്യുന്നതിന് പകരം അവനെ പിടിച്ച് ജയിലിൽ ഇട്ടുകൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല. ആ സ്ഥാനത്ത് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവരെ പിടിക്കാനൊട്ട് നമുക്ക് പറ്റുന്നുമില്ല. അവിടെയാണ് നമ്മളുടെ നിയമങ്ങളുടെ ബലഹീനത എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് ചെന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിനെ എന്തെങ്കിലും കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് നമ്മുടെ ഇന്റർനാഷണൽ രാജ്യാന്തരമായിട്ട് കാണുന്ന ഒരു ഫെനോമൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഡ്രഗ്സ് മാഫിയ, അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള നർക്കോട്ടിക് ബിസിനസ് നടത്തുന്നവരാണ് ലോകത്തെ ഏറ്റവും വലിയ നർക്കോട്ടിക്സ് ആൻഡ് അതോടൊപ്പം തന്നെ ആർമികൾ വിൽക്കുന്നവർ. ഇവരൊക്കെയാണ് ഏറ്റവും വലിയ മാഫിയാസ്. അപ്പോൾ അവരെയാണ് ആദ്യം കൺട്രോൾ ചെയ്യേണ്ടത്. ഇപ്പം നാട്ടിലെ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ 2 പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നതായിട്ടാണ് ഇന്നടുത്ത ദിവസം നാം കണ്ടത്. കാരണം ഒരാൾ KSUക്കാരൻ, വേറൊരാൾ SFIക്കാരൻ, ഈ 2 പേരും ഇതിനകത്ത് ഫോർജറി ചെയ്തിരിക്കുന്നു. അതായത് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ഒരു നിയമ നിർമ്മാണവും അതനുസരിച്ച് ഈ ചെറുപ്പക്കാരെ ഈ ആപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ശ്രീ ബൈജു, അങ്ങയുടെ അഭിപ്രായത്തിൽ ഏതെല്ലാം നിർദ്ദേശങ്ങൾ നൽകാൻ പറ്റും നമ്മുടെ കേരളത്തിൽ? ഇപ്പം ഇപ്പം യൂറോപ്പിലൊക്കെ ഇതൊക്കെ നേരത്തെ നടന്നുകൊണ്ടിരുന്ന ഓരോ സംഭവങ്ങളാണ്. ഇപ്പോഴാണ് നമ്മളുടെ നാട്ടിലേക്കൊക്കെ ഇത് കടന്നു വരുന്നത്. ഒരു 3-4 വർഷങ്ങളായിട്ട് ഉള്ളൂ ഇതിനെക്കുറിച്ച് കേൾക്കുവാൻ തുടങ്ങിയിട്ട്. ഇതിൽ ഇപ്പം ശ്രീ ജോൺ പറഞ്ഞ പോലെ ഈ കന്നബീസ് അതിന് മെഡിക്കലായിട്ടുള്ള ചില റിലവൻസ് ഉണ്ട് എന്നുള്ള ഭാഗം ഞാൻ അംഗീകരിക്കുന്നു. അതിന് കൃത്യമായി ഡോക്ടർ സർട്ടിഫൈ ചെയ്താൽ യു ഹാവ് എ ഡിഫൻസ് ഇൻ റിട്ടേൺ. ഞാനൊക്കെ ചെയ്തിട്ടുള്ള കേസുകൾ ഡോക്ടർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ യു ഹാവ് എ ഡിഫൻസ്. നിങ്ങൾക്കൊരു അണ്ടർലൈൻ മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട് എങ്കിൽ ആ അണ്ടർലൈൻ മെഡിക്കൽ കണ്ടീഷൻ allows you by a doctor prescribing such drugs as a legal defense. നമ്മുടെ കോണ്ടെക്സ്റ്റിൽ, കേരള കോണ്ടെക്സ്റ്റിൽ അതല്ല നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. കന്നബിസിന്റെ മറ്റു ഗുണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അത് വഴിയെ പോകുന്നവർക്കെല്ലാം മേറി അടിക്കാത്ത സാധനമല്ല ഇത്. എൻ്റെ ശ്രീ ജോസെ, ഞാൻ ഒരു 13-14 വയസ്സുള്ളൊരു പയ്യൻ എൻ്റെ കാലെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് കസ്റ്റഡിയിൽ, ഞാൻ ഇപ്പോഴും ഓർക്കുന്ന സംഭവം, ഞാൻ ഇപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരാറുണ്ട്.
അവൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കനബീസ് പതുക്കെ അടിച്ചു തുടങ്ങിയതാണ്, അയാൾ കൊടുത്ത് അടിച്ചു തുടങ്ങിയതാണ്. അവനോട് പറഞ്ഞതാണ്, ഐ വാണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ഐ വാണ്ട് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ്, ക്യാൻ യു സേവ് മീ. ആ അഡിക്ഷൻ ആണ് ഇതിന്റെ പ്രശ്നം. അഡിക്ഷൻ അടി കൊടുത്താൽ മാറും എന്ന് വിശ്വസിക്കുന്ന പോലീസുകാരാണ് നമ്മുടെ അടുത്ത പ്രശ്നം. അഡിക്ഷൻ പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞാൽ തീരുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ രാഷ്ട്രീയക്കാരാണ് നമ്മുടെ രാജ്യത്തിന്റെ ദൗർഭാഗ്യം. ഇതിൽ ചെയ്യാനുള്ളത് രണ്ട്. നമുക്കിപ്പോ കേരളത്തിൽ ഈ ഡ്രഗ്സിന്റെ സപ്ലൈ കട്ട് ചെയ്യാൻ ഇറ്റ് വോണ്ട് ഈവൻ ടേക്ക് 1 വീക്ക്, ഒറ്റയാഴ്ച കൊണ്ട്. കാരണം നമ്മൾ സദൻ ടിപ്പിലാണ് നിൽക്കുന്നത്. ബോർഡർ കൃത്യമായി കൺട്രോൾ ചെയ്യുകയും കംപ്ലീറ്റ്, അതായത് വില്ലേജ് ടു വില്ലേജ് റെയ്ഡ് തുടങ്ങിയാൽ ഐ ആം ഓഫ് ദ വ്യൂ ഒരാഴ്ച കൊണ്ട് ഈ സാധനം മുഴുവൻ ഡിറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ അതിനൊരു പൊളിറ്റിക്കൽ വിൽ പവർ വേണം. മറ്റൊന്ന്, ഈ നമ്മൾ ഈ സാധനം ഡിറ്റെയിൻ ചെയ്യുന്നതോടൊപ്പം കൺകറന്റായി ഈ അഡിക്റ്റ് ആയ കുട്ടികൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം. ഇല്ലെങ്കിൽ കയ്യിൽ നിൽക്കുക. ഈ പിള്ളേർ കാണിക്കുന്ന വയലൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഒരു ക്ലയന്റ് പോലീസ് സ്റ്റേഷന്റെ അകത്തിരുന്ന് അടിച്ചിട്ട് ഭിത്തി അടിച്ച് പൊട്ടിച്ചു കളഞ്ഞു. അപ്പോ നമ്മൾ ഈ സാധനം കംപ്ലീറ്റ് ഡിഫ്യൂസ് ചെയ്യുമ്പോൾ, ഈ സാധനം കംപ്ലീറ്റ് സീസ് ചെയ്യുമ്പോൾ ഈ കുട്ടികൾക്ക് കൃത്യമായ മെഡിക്കൽ കെയർ, മെഡിക്കൽ അറ്റൻഷൻ കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ അതർവൈസ് വി കാൻറ്റ് അഫോർഡ് ഈ പിള്ളേർ മുഴുവൻ വയലന്റ് ആകും. നമ്മളിപ്പോ കോട്ടയം മെഡിക്കൽ കോളേജ്, എൻ്റെ വീടിന്റെ തൊട്ടടുത്ത, ഞാൻ നടന്നു പോകൊണ്ടിരുന്ന വഴിയാണ്, കോമ്പസിന് കുത്തിയിട്ട് ആ കുത്തിയ മുറിവ് ഒഴിക്കാൻ ഫെബിക്കോൾ ഒഴിച്ചു കൊടുത്തു. അതായത് അതൊക്കെ വയലൻസിന്റെ അങ്ങ് ഹയസ്റ്റ് എൻഡ് ആണ്. ദേ ആർ ഫുള്ളി ഡ്രഗ്ഡ്. രണ്ട്, ഈ NDPC ആക്ട് അതിഗുരുതരമായി ഞാൻ പറഞ്ഞ റിപ്പീൽ ദ ആക്ട് ആൻഡ് റീഫോം ആൻഡ് മേക്ക് അനദർ എനാക്ട്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് വാട്ട് വി ആർ സീയിങ് നൗ. ഇങ്ങനെ എങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്? കുട്ടികളുടെ അവസ്ഥ അതിഗുരുതരമായി മാറുന്നു. അപ്പോ പ്രധാനമായും എൻ്റെ സജഷൻ, പോലീസുകാർക്ക് ഇനഫ് ട്രെയിനിങ് കൊടുക്കുക, പോലീസുകാർക്ക് ഇനഫ് പവർ കൊടുക്കുക, പോലീസുകാർക്ക് കൃത്യമായ റിസോഴ്സസ് കൊടുക്കുക. ഇൻ ബിറ്റ്വീൻ ദ പോലീസ് ആൻഡ് ദ കോർട്ട് ദർ ഷുഡ് ബി another agency which include doctors, which include psychiatrists, which include ഇനി നമ്മുടെ മറ്റ് രീതിയിലുള്ള ഡോക്ടേഴ്സ് എല്ലാം ഉള്ള ഒരു ഏജൻസികളെ അടിയന്തരമായി ഇനിഷ്യേറ്റ് ചെയ്യുക. എന്നിട്ട് ഇവരെ അറസ്റ്റ് ചെയ്താൽ ചുമ്മാ കൊണ്ട് പ്രസനിൽ ഇടരുത്, ചുമ്മാ കൊണ്ട് കസ്റ്റഡിയിൽ ഇടരുത്. Give them medical attention. Otherwise, you won't be able to afford the reaction. ഡോക്ടർ ജോൺ മാത്യു, അതായത് നമ്മുടെയൊക്കെ കുട്ടികൾ, ഇപ്പം എൻ്റെ കുട്ടിയാണെങ്കിൽ തന്നെ അവന് 10-29 വയസ്സായി. അവരൊക്കെ ഇതുപോലെയുള്ള കോൺടെസ്റ്റുകളിൽ കൂടിയാണ് അവർ പാസ് ചെയ്ത് വന്നത്. അപ്പോൾ നമ്മൾ നാട്ടിലുള്ള ഈ രക്ഷകർത്താക്കളോട് അപ്പം നമ്മൾക്ക് എന്താണ് പറയാൻ പറ്റുന്നത്? കാരണം രക്ഷകർത്താക്കൾക്ക് ഇവരുടെ ആ ഒരു പ്രൈവസിയിൽ കയറി എത്തുകയും അവരെ കറക്റ്റ് ചെയ്യാനോ അങ്ങനെയൊക്കെയുള്ള ഒരു അവസരങ്ങൾ നമ്മളുടെ അനുഭവം വെച്ച് അവരോട് എന്ത് പറയാൻ പറ്റും? അതായത് ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ ഇത് ടീച്ചിങ്, ഇതിനെപ്പറ്റിയുള്ള എഡ്യൂക്കേഷൻ ഹാപ്പൻസ് അറ്റ് ഹോം. അതായത് വീടുകളിൽ നമ്മൾ ചെറുപ്പം തൊട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാനും കുഞ്ഞുങ്ങളുമായിട്ട് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരെവിടെയെല്ലാമാണ് പോകുന്നത്. നമുക്ക് ഇന്നത്തെ കാലത്ത് പിള്ളേർക്ക് ഞാൻ ഫോൺ കൊടുക്കൂല എന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. ആ കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയി. കാരണം അവർ ജീവിക്കുന്ന ലോകം വേറെയാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഇപ്പോൾ ഒരു കുട്ടി അതിന് എവിടെ നിന്നാണ് പൈസ കിട്ടുന്നത്? കാരണം ആവശ്യമില്ലാത്ത സാധനങ്ങൾ അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണ് ആ പൈസയുടെ സോഴ്സ് എന്നൊക്കെ അന്വേഷിക്കാനും, ഈ ഡ്രഗിന് ഉപയോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ആദ്യത്തെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും പേരൻസിനാണ് ഒരു ട്രെയിനിങ് ആക്ച്വലി ആദ്യം ആവശ്യം. നമ്മൾ പേരൻസ് വീടുകളിൽ നമ്മൾ കള്ളും കുടിച്ച് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള കുട്ടികളിൽ ബാക്കിയുള്ള ടെൻഡൻസികളും അഡിക്റ്റീവ് ടെൻഡൻസികൾ വരാനുള്ള ചാൻസ് കൂടുതൽ. അതിന്റെ അർത്ഥം കള്ളു കുടിക്കുന്നത് തെറ്റാണെന്നല്ല, നമുക്കൊരു ഡ്രിങ്ക് എടുക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷേ അതും അതിൻ്റെതായ ഒരു മാന്യതയിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിനൊത്തിരി വ്യത്യാസങ്ങളുണ്ടാവും. അപ്പൊ അത് ഒരു നമ്പർ 1 ആയിട്ടുള്ളൊരു കാര്യം. നമ്പർ 2 എന്ന് പറയുന്നത്, നമ്മളുടെ നാട്ടിൽ ഒരു പ്രശ്നം വരുമ്പോൾ ആരെങ്കിലും അറസ്റ്റ് ചെയ്താൽ നമ്മൾ പത്രങ്ങളിൽ എപ്പോഴും കാണുന്നതാണ്,
ഒരു മുസ്ലിം പേരുള്ള ആരാണെങ്കിൽ ഉടനെ പറയും ഇതെല്ലാം മുസ്ലിങ്ങളാണെന്ന് പറയും. ഒരു SFI-കാരനാണെങ്കിൽ പറയും ഇതെല്ലാം SFI ആണെന്ന് പറയും. KSU ആണെന്ന് പറഞ്ഞാൽ ഇതെല്ലാം KSU ആണെന്ന് പറയും. ഇതെല്ലാം മാറി ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് മനസ്സിലാക്കേണ്ടത് ഈ ഡ്രഗിനെ സംബന്ധിച്ചിടത്തോളം, ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുസ്ലിമെന്നോ ക്രിസ്ത്യനോ ഹിന്ദുവെന്നോ SFI എന്നോ RSS എന്നൊന്നുമില്ല. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ കയ്യിലുള്ള ഡ്രഗ് വിൽക്കുക, അതിലൂടെ പൈസ ഉണ്ടാക്കുക. അതല്ലാതെ വേറെ യാതൊരു ലക്ഷ്യവുമില്ല. ഈ നമ്മൾക്കുള്ളിലുള്ള ഡിവിഷനെ ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രഗ് മാഫിയയൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ ആത്യന്തികമായിട്ട് ഡ്രഗ് ആണ് നമ്മളുടെ ഇഷ്യൂ എന്നുള്ളതിന് പകരം അവിടെ മറ്റ് കാര്യങ്ങൾ പ്രയോറിറ്റി ആയിട്ട് കൊണ്ടുവരുന്നതിലൂടെ നമ്മൾ ആ ഡ്രഗിന്റെ അതിനെതിരെയുള്ള ആക്ഷന് പകരം ആരാണ് ഈ ഡ്രഗിലൂടെ അഫക്റ്റഡ് ആയത്, ആരാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് അത് SFI ആയതുകൊണ്ടാണ്, KSU ആയതുകൊണ്ടാണ്, അല്ലെ മുസ്ലിം ആയതുകൊണ്ടാണ്, അങ്ങനെ ഒരു ടെൻഡൻസിയിലേക്ക് നമ്മൾ നയിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെയാണ് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ഒരുമിച്ച്, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിട്ടിസൈസ് ചെയ്യുകയൊക്കെ ചെയ്യാം, പക്ഷേ ഇതിൽ ഒരുമിച്ച് ഒരു സമൂഹത്തിന്റെ ഒരു തലമുറയുടെ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കി കേരളം പോലെയുള്ള സംസ്ഥാനത്ത് ഇത്രയും എഡ്യൂക്കേറ്റഡും ഇത്രയും നല്ല മനോഹരമായ ഒരു സംസ്ഥാനത്ത് വളർന്നു വരുന്ന കുട്ടികൾ, ഒരു ജനറേഷനെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുക എന്ന് പറയുന്നത് എന്ത് വലിയ ഒരു ലോസ് ആണ് എന്ന് മനസ്സിലാക്കി മതങ്ങളായാലും പൊളിറ്റിക്കൽ പാർട്ടികളായാലും ഒരുമിച്ച് വന്ന് ഇതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു മനസ്സില്ലെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പം രണ്ട് കാര്യമായി, ഒന്ന് പേരൻസ് വീട്ടിൽ അതിനുള്ള ഒരു എൻവറോൺമെന്റിൽ ചെറുപ്പത്തിലേ ഉണ്ടാക്കി ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പിള്ളേരിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ മനസ്സിലാക്കി അതിനെ മുളയിലെ, നമ്മൾ വീട്ടിൽ 4 അടി അടിച്ചിട്ടൊന്നും കാര്യമില്ല, മുളയിലെ അതിനുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുത്ത് ആ പിള്ളേരെ നമ്മൾ ഓപ്പൺലി അതിന് ചെയ്യാനുള്ള ഒരു സംവിധാനം, അതിൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്ന നമ്മൾ സമൂഹം ഒരുമിച്ച് വന്നൊരു തലമുറയെ രക്ഷിക്കാനുള്ള ഒരു മനസ്സും ഒരാഗ്രഹവും എല്ലാവർക്കും ഉണ്ടെങ്കിൽ തന്നെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹാരമാകും. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്രോപ്രിയേറ്റ്ലി ഡീൽ ചെയ്തെടുക്കാനുള്ള ട്രെയിനിങ് പോലീസിന്, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് ഒക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു കളക്റ്റീവ് അപ്രോച്ചുകളുടെ മാത്രമേ നമ്മൾക്ക് ഇന്ന് ഉണ്ടാവുന്ന ഈ ഡിസ്ട്രിബ്യൂഷനും അതുകൊണ്ടുണ്ടാകുന്ന എഫക്ട്സിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ലോ എൻഫോഴ്സ്മെന്റ്, മിസ്റ്റർ ബൈജു പറഞ്ഞത് ഫുള്ളി ഞാൻ എഗ്രി ചെയ്യുന്നു. കാരണം ഒരു സൈഡിൽ കടലും മറ്റു സൈഡിൽ വലിയ പർവ്വതങ്ങളുമുള്ള കേരളത്തിലാണ് ഇതിനെ കൺട്രോൾ ചെയ്യാൻ ഒരു പരിധി വരെ നമുക്ക് സാധിക്കുന്നത്. കാരണം നാച്ചുറൽ ബാരിയേഴ്സ് ഉണ്ട്. നമുക്കൊരു ശരിക്കും ഒരു എഫക്റ്റീവ് ഓപ്പറേഷനിലൂടെ ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ പോലും ഇതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അഗെയിൻ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും ട്രെയിനിങ്ങും അതിനുള്ള എക്യുപ്മെന്റ്സും അതിനുള്ള ആവശ്യമുണ്ടെങ്കിൽ വെപ്പൺസും നമ്മളുടെ പോലീസിനും പോലീസ് പോലെയുള്ള അതോറിറ്റികൾക്കും ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് മോചനം ഉണ്ടാവുള്ളൂ. ശ്രീ ബൈജു, അവസാനമായിട്ട് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ഞാൻ ഇപ്പൊ ശ്രീ ജോൺ പറഞ്ഞ ഫുള്ളി ഞാൻ അക്സെപ്റ്റ് ചെയ്യാണ്. പേരൻസിന് ട്രെയിനിങ് ആവശ്യമാണ്. ഇവിടെയൊക്കെ സ്കൂൾ തലങ്ങളിൽ ട്രെയിനിങ് ഉണ്ട്. പോലീസ് ഞാൻ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് അതിന്റെ നോട്ട് ആസ് എ ലോയർ, പിന്നെ പൊളിറ്റിക്കൽ കപ്പാസിറ്റിയിൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് പോലീസുകാർ തന്നെ വന്നിട്ട് ഈ പേരൻസിന് ക്ലാസ് എടുക്കും. വാട്ട് യു നീഡ് ടു ബി അവെയർ ഓഫ്, അതിന്റെ സിംറ്റംസ് എങ്ങനെയാണ് നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് അങ്ങനെയുള്ള എൻ്റെ ഒരു വിശ്വാസമാണ് നമ്മുടെ പോലീസ് ഇൽ എക്യുപ്ഡ് ആണ്. കേരള പോലീസ് അവർ മിടുക്കരാണ്, ഒരു സംശയം എനിക്ക് ആ കാര്യത്തിലില്ല. പക്ഷെ ഒരു അടി കൊടുക്കുന്നവനെ, ഒരു കൊലപാതകം ചെയ്യുന്നവനെ പിടിക്കുന്ന ഒരു സ്കില്ലല്ല ഇവിടെ വേണ്ടത്. കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സ്കില്ലാണിത്. അപ്പൊ അത് കൃത്യമായി പോലീസിന് കൊടുക്കുകയും പോലീസ് ഇപ്പം ശ്രീ ജോൺ പറഞ്ഞ പോലെ പോലീസ് കൃത്യമായി പേരൻസിനെ എംപവർ ചെയ്യുകയും അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കുകയും സ്കൂളുകൾ കൊടുക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ പേരൻസ് വിൽ അണ്ടർസ്റ്റാൻഡ് എന്താണ്, എവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഞാനിത് മനസ്സിലാക്കുന്ന മറ്റൊരു വിഷയം, നമ്മുടെ സമൂഹം, കേരള സമൂഹം ഇതിന്റെ യഥാർത്ഥമായ കോൺസിക്വൻസിലോ ഇതിന്റെ സിവിയറിറ്റിയിൽ എത്ര കണ്ട് ബോധവാന്മാരാണ് എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. കാരണം ഇത് നമ്മുടെ പിള്ളേര് നശിച്ച് തകർന്ന് തീർന്നു പോവുകയാണ് എന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ, അല്ലെ കൺസീഡ് ചെയ്യാൻ, അല്ലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു എൽഡർലി പോപ്പുലേഷനാണ് നമ്മുടെ ഉള്ളതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഇതിൽ പ്രധാനമായും എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. പോലീസിനെ കൃത്യമായി ട്രെയിനിങ് കൊടുക്കുക. ഇതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയം സംസാരിക്കേണ്ട യാതൊരു പ്രശ്നവും ഇതിലില്ല. ഇവരെ അഡ്രസ് ചെയ്തില്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയിൽ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ജോലി ഇല്ലാതെയാകും, നിങ്ങൾ വീട്ടിൽ ഇരിക്കേണ്ടി വരും.
കാരണം ഒരു ജനറേഷൻ മുഴുവൻ തീരാൻ പോവാണ്. ഞാനിപ്പോൾ നാട്ടിലായിരുന്നു, ഞാൻ ചില പോലീസുകാരോടൊക്കെ സംസാരിച്ചപ്പോൾ ഇത് ഇത് സുപ്രീം കോടതിയിൽ ഞാൻ ഇരിക്കുമ്പോൾ അവിടുന്നുള്ള പോലീസുകാർ അതായത് ഡൽഹിയിലുള്ള പോലീസുകാർ കേരളത്തിലെ കാര്യങ്ങൾ പറഞ്ഞ് മീൻസ് അവര് സ്കേഡ് ആകുകയാണ് കേരളത്തിലെ കാര്യം കേൾക്കുമ്പോൾ. അപ്പൊ അത്രയ്ക്ക് ഗുരുതരമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിൽ നമുക്ക് ഈ സമൂഹത്തെ, ഈ കുട്ടികളെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ we are going to end up in an absolute chaos. പല സാഹചര്യങ്ങളാണ് ഒരുപക്ഷെ ഇതുപോലെയുള്ള കൃത്യങ്ങൾ ചെയ്യുവാൻ ആ കുട്ടിയെ പ്രേരിപ്പിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളുടെ മോറൽ എത്തിക്സ്, അതുപോലെ തന്നെ വിശ്വാസം, അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ, മുസ്ലിംസ്, ഇവരെല്ലാം ആവശ്യത്തിനുള്ള മതപരമായിട്ടുള്ള അറിവുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഈ ചില സമയത്ത് അത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു സമയത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ പഴിച്ചതുകൊണ്ട് കാര്യമില്ല. ഡോക്ടർ ജോൺ മാത്യു, അവസാനമായിട്ട് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളുടെ സാമൂഹിക ജീവിതത്തിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ തലത്തിൽ നമുക്കിതിനെ എങ്ങനെയാണ് ബോധവൽക്കരിക്കാൻ പറ്റുന്നത്, അങ്ങേക്ക് പറയാൻ പറ്റുമോ? അത് നമ്മൾ പലപ്പോഴും ഈ കതിരെ കൊണ്ടേ വളം വെച്ചിട്ട് കാര്യമില്ല. യു ഹാവ് ടു സ്റ്റാർട്ട് ഏർലി. ഇപ്പം ഞാനിവിടെ അമേരിക്കയിൽ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന സമയത്ത് തന്നെ ഞാൻ ശരിക്കും ഫാസിനേറ്റഡ് ആയിട്ടുണ്ട്. 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഒക്കെ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷനും, പിന്നെ മിസ്റ്റർ ബൈജു പറഞ്ഞ പോലെ ഈ പറയുന്ന ഡ്രഗിന്റെ പോലീസുകാർ വന്ന് അതിനെപ്പറ്റി സംസാരിക്കുന്നതും സ്കൂളുകളിൽ കോൺസ്റ്റന്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നതും. കാരണം ടീച്ചേഴ്സിന് ട്രെയിനിങ് ഉണ്ട്, ദേ നോ ഹൗ ടു റെക്കഗ്നൈസ് ഇങ്ങനെയുള്ള ആൾക്കാരെ മുളയിലെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഇതുകൊണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൽ കൂടെ മാത്രമേ ഉള്ളൂ നമുക്കത് പേരൻസ് എഡ്യൂക്കേഷൻ, പിള്ളേരുടെ എഡ്യൂക്കേഷൻ, അതിലൂടെ മാത്രമേ ഉള്ളൂ ഇറ്റ് ക്യാൻ കൺട്രോൾ ലോങ് ടേം. അതായത് ലോങ് ടേമിൽ കൺട്രോൾ ചെയ്യാൻ. കാരണം ഇനി വരുന്ന കുട്ടികളെങ്കിലും ഇതിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ പലപ്പോഴും ഞാൻ കേരളത്തിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഒരു നിസ്സംഗത ഇതിനെപ്പറ്റി പല മാതാപിതാക്കൾക്കും ഉണ്ട്. എൻ്റെ കൊച്ചിന് കുഴപ്പമില്ല, അപ്പൊ അതുകൊണ്ട് ഇറ്റ് ഈസ് ഓക്കെ. പക്ഷെ അവരുടെ കുട്ടിക്ക് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് നമ്മളെങ്ങനെ അറിയുന്നത്? അപ്പൊ ആ ഒരു നിസ്സംഗത ഇതിനകത്ത് നിന്ന് മാറ്റി, ഇത് നാളെ എൻ്റെ കുട്ടിക്കും വരാം, അത് ഞാൻ അറിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാവരും എടുത്തെങ്കിലേ ഉള്ളൂ ഇതൊരു കോമൺ പ്രോബ്ലവും ഇതിനൊരു കോമൺ സൊല്യൂഷനും എല്ലാവരുടെയും നിന്നും ഉണ്ടാകുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഒരു അപ്രോച്ച് മുമ്പേ നമ്മൾ ഷെയർ ചെയ്തതുപോലെ ഇത് ഒരു ജനറേഷനെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വളർന്നു കഴിഞ്ഞു എന്നുള്ള ഒരു റെക്കഗ്നീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് പൊതുവായിട്ട് വന്ന് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എനിവേ, ഇങ്ങനൊരു ചർച്ച സംഘടിപ്പിച്ചത് വളരെ നന്നായി. കാരണം ഇതൊക്കെ നമ്മളുടെ മനസ്സുകളിൽ പലപ്പോഴും പല ന്യൂസ് കാണുമ്പോൾ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്, പക്ഷെ പറയാൻ വേദികളില്ല. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുന്നതിന് ഡോക്ടർ ജോസിന് വളരെ നന്ദി. തീർച്ചയായിട്ടും ഇത് ഒരു സാമൂഹിക പ്രശ്നമായിട്ട് എല്ലാവരും മനസ്സിലാക്കുകയും അതിനെ നേരിടുകയും വേണം. അതായത് സ്ഥിരമായിട്ട് ചില കൊക്കൈന് അങ്ങനെയുള്ള സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്ന ചില ആൾക്കാരോട് ഇപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഒക്കെ വരുമ്പോൾ ഞങ്ങൾ ചോദിക്കും, അയാൾക്ക് ഒരു 40-45 വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് വരുന്നു. അപ്പോൾ അയാളുടെ ആർട്ടറികളെല്ലാം വളരെ ചുരുങ്ങി നമ്മളുടെ സർക്കുലേഷൻ നടക്കാതെ വരുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ. അപ്പോൾ അയാളോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ കൊക്കൈനോ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിലെ നമ്മളുടെ ശാരീരികമായിട്ടുള്ള നമ്മളുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കുവാൻ ഇതുപോലുള്ള ഉപയോഗങ്ങൾ മാറ്റി തീർക്കും. അതാണ് കുട്ടികൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയുവാൻ പലർക്കും അറിയാൻ മേല. MDMA എന്താണ്, ഹാഷിഷ് എന്താണ്, പിന്നെ ഇതുപോലുള്ള ഒരു വ്യക്തമായിട്ടുള്ള അറിവുകൾ പലർക്കും കിട്ടണം. അപ്പോൾ ഒരുപക്ഷെ ഞാൻ ഒരു കുട്ടി പറഞ്ഞു ഞാൻ MDMA ഉപയോഗിക്കുന്നു എന്ന് ആ കുട്ടി വീട്ടിൽ പറഞ്ഞിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ അവർക്കത് മനസ്സിലായില്ല എന്താണെന്നുള്ളത്. അപ്പോൾ അതുപോലെയുള്ള സിറ്റുവേഷനിൽ ആ കുട്ടീനെ രക്ഷപ്പെടുത്താൻ ഒരുപക്ഷെ കഴിയത്തില്ല. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുത്ത അഡ്വക്കേറ്റ് ശ്രീ ബൈജു തിട്ടാലയ്ക്ക്, അതോടൊപ്പം ഡോക്ടർ ജോൺ മാത്യുവിനും പ്രത്യേകം നന്ദി പറയുകയാണ്. ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം. നന്ദി, നമസ്കാരം. നമസ്കാരം. കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദി വേൾഡ്.